5 3.5 കൊടുക്കും. പറയാനില്ലെങ്കിലും ഒരു വൺ ടൈം വാച്ചബിളായിരിക്കുന്ന ഒരു മൊത്തത്തിൽ ആവറേജ് ആയിരുന്നു. അതായത് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു മൊത്തത്തിൽ ആവറേജ് ആയിരുന്നു. പിന്നെ കോമഡി ഉണ്ട്, കോമഡി ചിലയിടത്ത് വർക്കൗട്ട് ആയിരുന്നു. ഇത് നല്ല ടോപ്പിക്കായിരുന്നു, പക്ഷേ എക്സിക്യൂട്ടീവ് വന്നപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. വെഞ്ഞാറമുണ്ട് അവിടെ നല്ലതാണ്, കുഞ്ചാബ് ബോബൻ കുറച്ച് ഓവറാവണം തോന്നി. മൊത്തത്തിൽ ആവറേജ് കണ്ടിരിക്കും. ഫാമിലി പടവയ്ക്കാം, അങ്ങനെ വൾഗാരിറ്റി വയലൻസ് ഒന്നും ഇല്ല, നന്നായിട്ട് പോയിട്ടുണ്ട്. ലൈനാണ്, അത് നല്ലൊരു ടോപ്പിക്കാണ്. പുലിമുരുകനെ പോലെ നല്ലൊരു ടോപ്പിക്കായിരുന്നു, കുറച്ച് നന്നാക്കാമായിരുന്നു. അങ്ങനെ വലിയ ലാഗ് എന്ന് പറയാൻ പറ്റില്ല, കണ്ടിരിക്കാം. വലിയ എക്സ്ട്രോണറി ആയിട്ടൊന്നുമില്ല. 5 3.5 കൊടുക്കും. സീനുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിഗംഭീരമായ ഒരു കഥ എന്നൊന്നും പറയാനില്ല, പക്ഷേ നമുക്കൊരു തിയേറ്ററിൽ ഇരുന്ന് ഒരു 2 മണിക്കൂർ ഫ്രീ ആയിട്ട് ഇരിക്കാവുന്ന ഒരു ലൈറ്റായിട്ടുള്ള കോമഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം സുരാജിൻ്റെ സെക്കൻഡ് ഹാഫിൽ ചില കോമഡി രംഗങ്ങളൊക്കെ വളരെ, അതുപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളും സുരാജ് മികച്ചു നിന്നിട്ടുണ്ട്. ഒരു അതിഗംഭീര സിനിമ എന്ന് പറയാനില്ലെങ്കിലും ഒരു വൺ ടൈം വാച്ചബിളായിരിക്കുന്ന അത്യാവശ്യം കോമഡി രംഗങ്ങളൊക്കെയുള്ള ഒരു സിനിമയാണ് ഗിർ എന്ന സിനിമ. ചളിയല്ല, സിറ്റുവേഷണൽ കോമഡികളാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒരാൾ വന്നു വെട്ടാനിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ചിരി വരുന്ന രീതിയിൽ തന്നെയാണ്. ചളിയായിട്ടുള്ള കോമഡിയല്ല, ആ സിറ്റുവേഷൻ ഡയലോഗിലുള്ള കോമഡിയല്ല, സിറ്റുവേഷനിലുള്ള കോമഡിയാണ്. സുരാജ് ആണെങ്കിൽ ആ ഡയലോഗിലുള്ള കോമഡി അതാണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനൊരു സിനിമ കുറേ കാലമായി വന്നിട്ടും അപ്പോൾ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടമാണ്. അങ്ങനെ കുറേ ഒന്നും ചിന്തിക്കാണ്ട് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട് ചില്ലാവാൻ പറ്റുന്ന ഒരു കോമഡി പടം, അത്രേ ഉള്ളൂ. രാജേഷ് മാധവനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ പടം എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ പടം ഈ ജോണറും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും അത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം ഈ കാഴ്ച ബംഗ്ലാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിള്ളേർക്കൊക്കെ ചെറുതായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമഡി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഹിറ്റ് അടിക്കാനുള്ള ഒരു പടം, അതിനുള്ളൊരു ത്രെഡൊന്നും ഇല്ല പടത്തിൽ. എന്തായാലും കൊള്ളാം. ചിരിക്കാനുണ്ട്, കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. ഫുൾ കോമഡിയാണ്. അത് സുരാജിൻ്റെ കയ്യിലും